കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. എല്ലാവരും വരും, ഗുരുവായൂരപ്പനെ കാണാം. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ കാത്തിക്കണത് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നോക്കാനായിട്ട് പോവാം. ആ ദേവകൾ പൂജിതമായ വിഗ്രഹമാണ്. അപ്പോൾ ഏത് രൂപമാണ് ഇന്നത്തെ കളഭം കൊണ്ടുള്ള അലങ്കാരം നോക്കാം. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ശ്രീഭൂതബലിയും ചടങ്ങുകളും ശുദ്ധിയും ചടങ്ങുകളൊക്കെ ആയത് കാരണം പിന്നെ ഒരു 9 മണിക്ക് ശേഷമാണ് ചെറിയൊരു ദർശന സമയമുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ശേഷമുള്ള കാഴ്ച ഭഗവാനെ കാണുന്നത് ദീപാരാധനയുടെ മുൻപ് കണ്ടോളുക. അത്രയ്ക്കും ഇന്നും നാളെയൊക്കെ ആ തിരക്കിൻ്റെതാണ്. പൊതുവെ തിരക്ക് തന്നെയാണ്, അവധി ദിവസങ്ങൾ തിരക്കാണ്. പിന്നെ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ 6 മണിക്ക് ശേഷം ടോക്കനും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ആ ജനറൽ ക്യൂവും 1000 രൂപയുടെ ടിക്കറ്റും മാത്രമല്ലേ ഉള്ളൂ. അതിൻ്റെ ഒരു കുറച്ച് കുറവുണ്ട്, എന്നാലും തിരക്ക് തന്നെയാണ് അത്യാവശ്യം. രാവിലെ ഇന്ന് തിരക്ക് കുറവായിരുന്നു, എന്നാലും കുറച്ചൊക്കെ തിരക്കുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പോയി നോക്കി പ്രദക്ഷിണം ചെയ്ത് നമുക്കങ്ങനെ വരാം. അങ്ങനെ ആ ഗരുഡ ശില്പമൊക്കെ, വെങ്കല ശില്പമൊക്കെ കണ്ട് ഇങ്ങനെ പുതിയ ഗോപുരത്തിലൂടെ 2 സൈഡിലുള്ള വിഗ്രഹങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ വന്ന് നേരെ അത്തിമര ഗണപതിയുടെ അടുത്ത് വരാം. അവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോരാം. അങ്ങനെ പോരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് തന്നെ കാണാം നമുക്ക് കേശവൻ്റെ 2 കൊമ്പുകൾ, നടുക്കായിട്ട് മഹാലക്ഷ്മിയുടെ ആ ഒരു വിഗ്രഹവും അത് കണ്ട് തൊഴുത് ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം നോക്കി കണ്ട് തൊഴാം. അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കാം. വലതേ സൈഡിൽ ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂടൊന്ന് നോക്കി തൊഴാം. പിന്നെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എന്താ ഇന്ന് ഭയങ്കര തെളിച്ചാട്ടോ. എന്താ വെച്ചാൽ സ്വർണ്ണ വിളക്കിൽ നെയ്യൊഴിച്ച് കത്തിക്കുന്നതിൻ്റെ തിളക്കും, വെള്ളി വിളക്കിൽ നെയ്യൊഴിച്ച് കത്തിക്കുന്നതിൻ്റെ തിളക്കൊക്കെ ഇട്ടേ. പിന്നെ അതുമല്ല, അങ്ങോട്ട് നോക്കുമ്പോൾ ഇന്നത്തെ കാൽത്തളകൾ കാണാണ്ട് ഉണ്ണി എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ആളാണ് കേട്ടോ. അങ്ങനെ 2 കാൽപാദങ്ങൾ കാണുന്നു, കാൽത്തളകൾ കാണുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പാളത്താറ് പോലെ ഇങ്ങനെ നന്നായിട്ട് അതും തിളങ്ങുന്നതാണ്. അരമണി കിങ്ങിണി ഇങ്ങനെ കാണുന്നു. പിന്നെ നോക്കുമ്പോൾ 4 കൈകളുണ്ട് കേട്ടോ. ഒന്ന് ചതുർബാഹുവായിട്ടാണ്, നാരായണനായിട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല തിളക്കം. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ചതുർബാഹുവായിട്ട് തന്നെയാണ് ഇന്ന്, ഗുരുവായൂരപ്പനായിട്ട് തന്നെയാണ് ഇന്ന് ആ ഒരു കളഭാലങ്കാരം വന്നിട്ടുള്ളത്. വളരെ മനോഹരം, നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. 4 തൃക്കൈകളോട് കൂടിയിട്ട് ചതുർബാഹുവായിട്ട് ശംഖ് ചക്രം സ്വർണത്തിൻ്റെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഗദ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. ഒരു പത്മത്തിന് പകരം പത്മം തന്നെ, അതായത് താമര അങ്ങനെ കൊടുത്തിട്ടുണ്ട് കയ്യിൽ. അങ്ങനെ ശംഖ് ചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട് നാരായണനായിട്ട് മഹാപ്രഭുവായിട്ടാണ് ഭഗവാൻ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ മുഖത്ത് നല്ല തിരുമുഖ കമലം, എന്താ തെളിഞ്ഞ് നിൽക്കുക, പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ നിൽക്കണം. എല്ലാ ഭക്തരെയും നോക്കിയിട്ട് എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും ഞാൻ ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരാം എന്നുള്ള ആ ഒരു പോലെ എല്ലാ പ്രശ്നങ്ങളും എന്നെ കണ്ടാൽ തീരുട്ടോ എന്ന് പറയുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത്രയ്ക്കും മനോഹരമായിട്ടുണ്ട്. ഇനി അവിടുന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ ആ ഒരു ചിരിച്ച മുഖത്തോടെ ഒരാൾ നമ്മളെ കാണുമ്പോൾ എന്താ രസം ഉണ്ടാവും. അതേമാതിരി തന്നെ നമുക്കും എല്ലാ സങ്കടങ്ങളും മാറുന്ന അതേപോലെയാണ്. വളരെ നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ടാൽ തന്നെ നമ്മൾ പകുതി സങ്കടം മാറി. പിന്നെ അവിടെ പോകുമ്പോൾ ഒന്നും പറയാനൊന്നും പറ്റില്ല, എന്തൊക്കെ പറയണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ പോവുക. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ പിന്നെ ഒന്നും കാണാൻ വേണ്ട എന്നുള്ള അവസ്ഥയാണ്. പക്ഷെ ഇന്ന് ഒന്നുകൂടി നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കാൻ തോന്നും, അത്രയ്ക്കും രസം. ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ചൈതന്യമുള്ള ആ മുഖമായിട്ട് തന്നെയാണ്, ആ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ ആ പ്രതീകം തന്നെയാണ്. അപ്പോൾ നല്ല രസമുണ്ട്. അങ്ങനെ സ്വർണത്തിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. ആ കിരീടത്തിൻ്റെ മുകളിലുള്ള സ്വർണത്തിൻ്റെ ഇത് കാരണമാണ് നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ തിളങ്ങുന്നതേ. അതുപോലെ സ്വർണ്ണ ഗോപി ചാർത്തിയിട്ടുണ്ട്. ധാരാളം സ്വർണ്ണാഭരണങ്ങൾ ധാരാളം ചാർത്തിയിട്ടുണ്ട് കേട്ടോ, ഒട്ടും കുറവില്ലാത്ത തരത്തിൽ. അതായത് ഒരു മാങ്ങാമാല ഉണ്ട്, ഒരു വളയം പോലത്തെ മാല ഉണ്ട്, ഒരു പതക്കം പോലത്തെ മാല ഉണ്ട്, പിന്നെ വലിയൊരു മാല ഉണ്ട്.
എല്ലാം സ്വർണ്ണത്തിൻ്റെ, നല്ല രസമായിട്ടുണ്ട്. പിന്നെ തിരുമുടിമാല 2 ചാർത്തിയിട്ടുണ്ട്. അത് തെച്ചിയും തുളസിയായിട്ടും ഒരെണ്ണം, അതേപോലെ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടും, അങ്ങനെ നല്ല അതായിട്ട് അങ്ങനെ. പിന്നെ ഒരൊറ്റ വലിയ ഉണ്ടമാലയുള്ളത്. ആ ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ തെച്ചിപ്പൂവുണ്ട്, അതേപോലെ വെളുത്ത പൂവുണ്ട്, ഒരേപോലെ പൊട്ട് പോലെ ഇങ്ങനെ കുറേശ്ശെ ചാർത്തിയിട്ട് അതിനിടയ്ക്ക് തുളസിയുണ്ട്. അങ്ങനെ തന്നെ നല്ല കട്ടിയിലുള്ള മാലയാണ്, നല്ല താഴത്തേക്ക് ഇങ്ങനെ ഞാന്ന് കിടക്കുന്ന പോലെ നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതിന് മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ഇങ്ങനെ തുളസി മാലകൾ കാണാനുണ്ട്, ചാർത്തിയിട്ടുണ്ട് വിധാനമായിട്ട്. അപ്പോൾ എന്താ രസം എന്നറിയാം, നല്ല രസം. അത്രയ്ക്കും അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് എപ്പോഴും അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാൻ തോന്നുന്ന പോലെയാണ്. ആ ഗുരുവായൂരപ്പനെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ നിൽക്കാൻ തോന്നുക. അതെല്ലാവർക്കും അത് തന്നെയാണ്, എന്നാലും ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതിങ്ങനെ കാണാൻ നല്ല രസം. അപ്പോൾ എല്ലാവരും ആ ഭഗവാന്റെ തിരുനടയിൽ നിന്നിട്ട് പ്രാർത്ഥിച്ചോളൂ. നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിൽ നിന്ന് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് എന്ന് മനസ്സിൽ സങ്കല്പിക്കുക, എന്നിട്ട് പ്രാർത്ഥന ചെല്ലുക. അതിനുശേഷം നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുതു. പിന്നീട് നമ്മൾ വരുമ്പോൾ തിടപ്പള്ളി നോക്കി തൊഴാം. അങ്ങനെ അതിന് ശേഷം നമ്മൾ ചുമരിൻ്റെ മുകളിലുള്ള ചിത്രം, അതായത് ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ ചെറുതായിട്ടൊക്കെ തിരക്കുണ്ട്. അങ്ങനെ ഗണേശൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ നിന്നും പീലിയൊക്കെ ഉണ്ട് കേട്ടോ, കണ്ണൻ തന്നെയാണ്. നല്ല രസമായിട്ട് തന്നെയാണ് അലങ്കാരം, നന്നായിട്ട് ഇങ്ങനെ വരുന്നു. അലങ്കാരമൊക്കെ ആയിട്ട് മുഖമൊക്കെ ഇങ്ങനെ ചാർത്തി വരികയാണ്. കൊമ്പും തുമ്പിക്കൈയൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് വരുന്നു. ബാക്കി അർച്ചനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോഴും അർച്ചന നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും വിഘ്നേശ്വരനെ കണ്ട് തൊഴുതോളൂ കേട്ടോ, പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ വിഘ്നേശ്വരനെ കണ്ട് തൊട്ട് പിന്നെ ഇപ്പുറത്ത് സരസ്വതി അറയിലേക്ക് നോക്കുമ്പോൾ അവിടെ 2 മാലകൾ ചാർത്തിയിട്ടുണ്ട്, കെടാവിളക്ക് കത്തണമുണ്ട്. അപ്പോൾ സരസ്വതി ദേവീനെയും കണ്ട് പ്രാർത്ഥിച്ചോളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ വന്ന് മായാദേവീനെയും ചെറിയ ഗണേശനെയൊക്കെ കണ്ട് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ അത് കഴിഞ്ഞാൽ നേരെ വന്ന് മേൽശാന്തി ഇരിക്കുന്ന അവിടെ വന്ന മേൽശാന്തിയുടെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ മേൽശാന്തി തന്നെയാണ്. മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ആ നാരായണനെ ചാർത്തിയിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് നമ്മൾ വാമനാവതാരവും ഗജേന്ദ്രമോക്ഷവും അതേപോലെ ഒരു ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് അനന്തപത്മനാഭസ്വാമിയുടെ അടുത്ത് വരാം. അവിടെ നിന്ന് ധാരാളം മാലകളുണ്ട്. ആ ഗണേശൻ, ബ്രഹ്മദേവൻ്റെയും ലക്ഷ്മി ദേവിയുടെ അടുത്തൊക്കെ മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും പ്രാർത്ഥിക്കാം. അതിനുശേഷം ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. പിന്നീട് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ബാക്കി ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ വന്ന് കണ്ണൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ ആ മുരുകനെയൊക്കെ കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്തെത്താം. അവിടെ ഒന്നും മാലകളൊന്നും കാണാനില്ല, കുറച്ച് കുങ്കുമമുണ്ട്. അപ്പോൾ എന്തായാലും ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് രാധാകൃഷ്ണ വിഗ്രഹത്തിൻ്റെ അവിടെ ഒരു തുളസിമാല ഉണ്ട്. പിന്നെ കാളിയമർദ്ദന രൂപത്തിനുണ്ട് ഒരു മാല. അങ്ങനെ അവിടെയൊക്കെ കണ്ട് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം.
പിന്നെ പടിഞ്ഞാട്ട് ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അവിടെ കണ്ട് തൊഴുത് നേരെ ഗ്രില്ലിൻ്റെ അവിടെ വന്ന മണിക്കിണർ കാണാം. അതേപോലെ നൃത്താറയിലേക്ക് നോക്കിയിട്ട് ആ കടാവിളക്ക് നോക്കി തൊഴാം. അങ്ങനെ കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് നമ്മൾ വടക്കേ നടയിലൂടെ പുറത്ത് വന്ന് നേരെ ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ വന്ന ചന്ദനവും തീർത്തും വാങ്ങാം. പിന്നെ അങ്ങനെ നമുക്ക് അമ്മയെ കാണാനായിട്ട് പോവാം. എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. അവിടെയൊക്കെ കുറച്ചൊക്കെ തിരക്കാണ്. അങ്ങനെ നമ്മൾ വന്ന് നോക്കുമ്പോൾ ഇന്നും ഗോളകയെ വെച്ചുള്ളത് നിറയെ പൂക്കളുണ്ട്. അർച്ചന ധാരാളം നടക്കുന്നുണ്ട്. എല്ലായിടത്തും അർച്ചനകൾ നടക്കുന്നുണ്ട്. പിന്നെ ചുവന്ന പട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വിധാനമായിട്ട്. പുറകിലും ചുവന്ന പട്ടുണ്ട്, തെച്ചി മാല ഉണ്ട്. അപ്പോൾ നല്ല രസമായിട്ടുണ്ട്, വളരെ സുന്ദരിയായിട്ട് തന്നെയാണ്. അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നേരെ വരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂർ പോയി ദർശനം ലഭിച്ച പോലെയാവും. അതിനുശേഷം നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരിക. അവിടെ നിന്ന് ഒരിക്കൽ കൂടി ആ മഹാപ്രഭുവിനെ, ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഗുരുവായൂരപ്പനെ ഒന്നുകൂടി കാണാം. ഒന്ന് പ്രാർത്ഥിച്ച് നമസ്കരിക്കുക. അതിനുശേഷം നമ്മൾ കൂത്തമ്പലത്തിലേക്ക് വരിക. അവിടെ വന്ന കടാവിളക്ക് കത്തി നിൽക്കണം, അവിടെ ഒന്ന് നമസ്കരിച്ച് അയ്യപ്പ സ്വാമിയുടെ അവിടേക്ക് വരാം. അയ്യപ്പ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ അവിടെ നിന്നിങ്ങനെ ചന്ദനവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചാർത്തി വരണേ ഉള്ളൂ. കുറേശ്ശെ ഇങ്ങനെ ചാർത്താവുന്നേ ഉള്ളൂ. കിരീടം വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു നീല ഇതിങ്ങനെ അരയിൽ ചുറ്റിയിട്ടുണ്ട്. പാവുണ്ട്, അരയിലുണ്ട്. പിന്നെ അവിടെയും ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. പൊട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, വലിയ വട്ടത്തിലുള്ള പൊട്ട്, തിലകം പോലെ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് അയ്യപ്പസ്വാമീനെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ഭൂതനാഥനെ കണ്ട് തൊഴുത് പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. കുറച്ച് പുറകോട്ട് ഇറങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ വന്ന് കുളത്തെ, രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. പിന്നെ അവിടെ നടുക്കിലുള്ള കാളിയമർദ്ദന രൂപത്തെ കാണാം. വേണുഗോപാലിനെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് നാരായണാലയത്തിലൊന്ന് കയറിയിട്ട് അവിടുത്തെ പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ഭഗവതിയുടെ നടയിൽ ഒന്നും കൂടിയും തൊഴാം. പിന്നെ നമ്മൾ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ എത്തി നോക്കാം. അപ്പോൾ നമുക്ക് ആ പ്രകാശം ഇങ്ങനെ കാണാം. അപ്പോൾ അങ്ങനെ കണ്ട് തൊഴുത് തെക്കേ നടയിലേക്ക് വരിക. അവിടെ വന്നാൽ ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീ ദേവീനെയും ഒക്കെ സ്മരിക്കുക. അപ്പോൾ അവരുടെ കൂടി അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ അപ്പം നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലാണ് എന്ന് മനസ്സിൽ അങ്ങോട്ട് സങ്കല്പിച്ച് ശ്രവിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളെല്ലാവരെയും തേടിയെത്തും. എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും തീർപ്പായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആളുകളുടെ ആവശ്യത്തിന് അതൊന്ന് പ്രാർത്ഥിക്കാം. ഒരാൾക്ക് അതായത് കുമാരി ശോഭനയുടെ ആഗസ്റ്റ് 18-നാണ് നാരായണീയം പാരായണം ഉണ്ട്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാവും. കാരണം നാരായണീയല്ലേ പാരായണം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടാവും. അതിനൊന്നും യാതൊരു തർക്കവുമില്ല. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് അങ്ങോട്ട് തുടങ്ങുക. അപ്പോൾ അത് ശരിയാവും കേട്ടോ. അതേപോലെ റീതു പൂരാടം പഠന മികവിന് വേണ്ടിയിട്ടാണ്. പിന്നെ ശരൺ ഭരണി അതും പഠന മികവിന് വേണ്ടിയിട്ടാണ്. മറ്റു പറഞ്ഞ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ
ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ഇനി നമുക്കൊരു ചെറിയ കഥ, ബലരാമൻ്റെ കഥ. നമ്മളെന്ന് പറയുന്നത് ബലരാമൻ്റെ ഒരു ക്രോധത്തെ പറ്റിയിട്ടാണ്. ബലരാമൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരം, അതറിയാലോ. കണ്ണൻ 9ാമത്തെ അവതാരവും ബലരാമൻ 8ാമത്തെ അവതാരം. അതിന് യാതൊരു സംശയവുമില്ല. കാരണം 8ാമത്തെ അവതാരമാണ്, ജ്യേഷ്ഠനാണെന്ന് വെച്ചാലും കണ്ണൻ പറയുന്നത് കേൾക്കാനായിട്ടാണ് ഏറ്റവും ഇഷ്ടം ബലരാമന്. ദേവകിയുടെ 8ാമത്തെ പുത്രൻ അമ്മാവനായ കംസനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൽ എല്ലാവരും പേടിച്ചുകൊണ്ട് അങ്ങനെ എല്ലാ പുത്രന്മാരെയും കൊന്നൊടുക്കി. ശ്രീകൃഷ്ണ ജനനത്തിന് മുമ്പ് തന്നെ ദേവകിയുടെ പുത്രനായി പിറക്കേണ്ടിയിരുന്നതാണ് ബലരാമൻ. പക്ഷേ അത് രോഹിണിയുടെ പുത്രനായിട്ട് ജനിക്കേണ്ടി വന്നു. വസുദേവരുടെ മറ്റൊരു പത്നിയായ രോഹിണി അമ്പാടിയിൽ വസുദേവരുടെ ഉറ്റമിത്രമായ നന്ദഗോപരുടെ ഗൃഹത്തിലായിരുന്നു ജനനവും താമസവും ഒക്കെ. അങ്ങനെ ഇവിടുന്ന് കംസൻ്റെ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് അമ്പാടിയിലെത്തി ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠനായിട്ട് അവർ സന്തത സഹചാരിയായിട്ട് എല്ലാ കൃഷ്ണലീലകൾക്കും ബലരാമൻ കൂടെ ഉണ്ടായിരുന്നു. കൃഷ്ണൻ പറയുന്ന എല്ലാ കാര്യങ്ങളും, കാരണം ബലരാമനറിയാം ചെറുതാവുമ്പോൾ തന്നെ കണ്ണന് എന്തൊക്കെയോ ശക്തിയുണ്ട്, അപ്പോൾ അത് പറയുന്നത് മുഴുവൻ അനുസരിക്കാൻ പറ്റുന്ന തരത്തിലാണ് എന്നൊക്കെ അറിയാവുന്നതായിരുന്നു. അങ്ങനെയാണ് അത്രയും അതായിട്ട്. അങ്ങനെ ഒരു സമയം കാളിയമർദ്ദനം കണ്ട് വ്രജവാസികളൊക്കെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ യശോദയെയും നന്ദഗോപരെയും രാമൻ ആശ്വസിപ്പിക്കുന്നത് കൃഷ്ണന് ഓരോ ആപത്തും വരില്ല എന്ന് പറഞ്ഞാൽ. കാരണം ബാല്യത്തിൽ കൃഷ്ണനെ പോലെ തന്നെ അനേകം അസുരന്മാരെ വകപരുത്തിയിട്ടുണ്ട് ബലരാമൻ. എന്നാലും വൃന്ദാവനം വിട്ട് മധുരയിൽ താമസമാക്കിയപ്പോഴൊക്കെ രാമകൃഷ്ണന്മാർ വേർപിരിഞ്ഞില്ല. മധുരയുടെ രക്ഷയ്ക്ക് 2 പേരും മുന്നിട്ട് നിന്നിരുന്നു. കംസനെ കൊന്ന് ഉഗ്രസേനനെ രാജാവാക്കിയ ശേഷം 2 പേരും വിദ്യാഭ്യാസം തുടങ്ങിയതും ഒരിടത്തു തന്നെ, സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലാണ്. ഗുരുദക്ഷിണയായിട്ട് മരിച്ചു എന്ന് കരുതിയ ഗുരുപുത്രനെ കൊണ്ടു കൊടുക്കുന്നത് 2 പേരും കൂടിയിട്ടാണ്. ആ മധുര നിവാസികൾക്ക് മഗധ രാജാവായ ജരാസന്ധനിൽ നിന്നും ഏൽക്കുന്ന ഭീഷണി മൂലം സ്വൈര ജീവിതം സാധ്യമാവില്ല എന്ന് കണ്ട് അവരുടെ രക്ഷാർത്ഥം ദ്വാരക നിർമ്മിച്ച് അവരുടെ രാജാവാക്കിയത് ബലരാമനെയാണ്. എന്നാൽ കൃഷ്ണനെ ഒന്നും ആലോചിക്കാതെ, അതായത് കൃഷ്ണനോട് ചോദിക്കാതെ ഒരു കാര്യവും ബലരാമൻ ചെയ്യില്ല. ഇന്നത്തെ ബന്ധമല്ല, അന്നത്തെ ബന്ധങ്ങൾക്ക് സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം അത്രയ്ക്കും നല്ല ബന്ധമായിരുന്നു. ബലരാമനാണെങ്കിൽ ക്ഷിപ്രകോപിയാണ്, പെട്ടെന്ന് വരും. പക്ഷെ അതിൻ്റെ ചൂട് പെട്ടെന്ന് തന്നെ ശമിക്കുകയും ചെയ്യും. അതാണ് വലിയൊരു ഗുണം. കോപിച്ചിരിക്കുമ്പോൾ ഒരു തീരുമാനവും എടുക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ കണ്ണൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ കോപം അങ്ങോട്ട് തണുക്കും. വൃന്ദാവനത്തിൽ നിന്നും അക്രൂരനൊപ്പം മധുരയിലേക്ക് പോയ രാമകൃഷ്ണന്മാർക്ക് വൃന്ദാവനത്തിലേക്ക് തിരിച്ചു പോകാനായില്ല. എങ്കിലും വൃന്ദാവനവും കൂട്ടുകാരും അവരുടെ ഓർമ്മയിൽ നിറഞ്ഞു നിന്നിരുന്നു. ഒരിക്കൽ ബലരാമൻ വൃന്ദാവനത്തിൽ പോയി കുറച്ചുനാൾ താമസിച്ചു. ആ സമയങ്ങളിൽ അദ്ദേഹം ഗോപികാഗോപന്മാരോടൊപ്പം കാളിന്ദി തീരത്ത് കളിച്ചു രസിക്കുമായിരുന്നു. ബലരാമന് കാളിന്ദിയുമായി ക്രീഡ ചെയ്യണമെന്ന ആഗ്രഹം ജനിച്ചു ബലരാമനെ. ബലരാമൻ ഉന്മത്തനല്ലേ, അപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നത് ശുഭമാവില്ല എന്ന് തോന്നിയ കാളിന്ദി ബലരാമൻ്റെ അഭ്യർത്ഥന നിരസിച്ചു. കാളിന്ദി തൻ്റെ അരികിലേക്ക് വരുവാൻ തയ്യാറല്ല എന്ന് മനസ്സിലാക്കിയ ബലരാമൻ കോപിഷ്ഠനായി. കാളിന്ദിയെ തൻ്റെ കലപ്പ കൊണ്ട് കൊളുത്തി വലിച്ച് ബലരാമൻ്റെ അടുത്തെത്തിച്ചു. കലപ്പ കൊളുത്തി വലിച്ച് കീറിയ ചാലുകളെല്ലാം വെള്ളമൊഴുകി അവിടമെല്ലാം ജലസമൃദ്ധമായി. പേടിച്ചു വിറച്ച കാളിന്തി ഇറങ്ങി വന്ന് ക്ഷമ ചോദിച്ചു രാമനെ നമസ്കരിച്ചു. അതോടെ രാമൻ്റെ കോപവും അടങ്ങി. കൂട്ടുകാരുമായി അദ്ദേഹം കളിച്ചു രസിച്ചു. ശ്രീകൃഷ്ണൻ രുക്മിണിയെ വേട്ട കഥ കേട്ടിട്ടില്ലേ? രുക്മിണിയുടെ സ്വയംവരം നിശ്ചയിച്ചു. എന്നാൽ ശ്രീകൃഷ്ണനെ അല്ലാതെ മറ്റാരെയും വേൾക്കില്ല എന്നായിരുന്നു രുക്മിണിയുടെ നിശ്ചയം. ദൂതൻ മുഖേന വിവരമറിഞ്ഞ ശ്രീകൃഷ്ണൻ സ്വയംവരത്തിന് വന്ന രാജാക്കന്മാർ നോക്കി നിൽക്കുകയാണ് തൻ്റെ രഥത്തിൽ രുക്മിണിയെ കൊണ്ടുപോയത്. ഇത് കണ്ട അവിടെയുള്ള രാജാക്കന്മാർ വെറുതെ ഇരിക്കുമോ? അവർ കൃഷ്ണനുമായി യുദ്ധത്തിനൊരുങ്ങി. വിവരം കേട്ടറിഞ്ഞ് കോപിഷ്ഠനായ ബലരാമൻ യാദവപ്പടയുമായി വന്ന് രാജാക്കന്മാരെയും മറ്റും തുരത്തി. ശ്രീകൃഷ്ണനെയും രുക്മിണിയെയും ദ്വാരകയിൽ കൊണ്ട്
വന്ന് അവരുടെ വിവാഹം കൊടുത്തു. ഇവിടെ കോപിതനാഥ ശ്രീകൃഷ്ണനെ രാജാക്കന്മാർ ദ്രോഹിക്കുന്നു എന്നത് കണ്ട. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ മകൻ സാമ്പനും ഇതുപോലെ കൃത്യം നടത്തിയിട്ടുണ്ട്. കൗരവപ്രമാണിയായ ദുര്യോധനൻ്റെ പുത്രി ലക്ഷ്മണയെ സ്വയംവര മണ്ഡപത്തിൽ നിന്ന് ഉപയോഗിച്ചു കൊണ്ടുവരുമ്പോൾ സാമ്പൻ ദുര്യോധനും കൂട്ടരും സാമ്പനെ തടഞ്ഞു പിടിച്ചു വച്ചു. അപ്പോൾ വിവരം അറിഞ്ഞിട്ട് ബലരാമൻ തന്നെ ഹസ്തിനപുരത്തിലേക്ക് പോയി. കാരണം എന്താ വെച്ചാൽ ദുര്യോധനൻ ബലരാമൻ്റെ ശിഷ്യനാണ്. അപ്പോൾ താൻ പറഞ്ഞാൽ അനുസരിക്കുന്നതാണ് വിചാരം ഉണ്ടായിരുന്നത്. അങ്ങനെ ബലരാമൻ ചെന്ന് ചോദിച്ചപ്പോൾ ശിഷ്യൻ വഴങ്ങിയില്ല. പറയാനുണ്ടോ, കോപിതനാഥായി ഭയങ്കര ദേഷ്യം വന്നു. ബലരാമൻ തൻ്റെ കലപ്പ കൊണ്ട് ഹസ്തിനപുരത്തെ തന്നെ ഇളക്കാൻ തുടങ്ങി. ഭയപ്പെട്ട ഹസ്തിനപുരവാസികൾ ഒന്നടങ്കം രാമനോട് മാപ്പപേക്ഷിച്ചു. ഗത്യന്തരമില്ലാതെ ദുര്യോധനൻ ലക്ഷ്മണനെ, അതായത് ദുര്യോധനൻ്റെ മകളെ സാമ്പന് വിവാഹം ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ ബലരാമനും ശ്രീകൃഷ്ണനും ഉള്ള ആ ഒരു സഹോദരി സുഭദ്ര, ഈ സുഭദ്രയെ കണ്ടപ്പോൾ മുതൽ പാണ്ഡവ രാജകുമാരൻ അർജുനന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവരെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം തോന്നി. അപ്പോൾ ശ്രീകൃഷ്ണനാണെങ്കിൽ ഉത്തമ സുഹൃത്താണ്, അപ്പോൾ പറയാനും മടി. എന്നാൽ അർജുനൻ്റെ ഇംഗിതം മനസ്സിലാക്കിയ കൃഷ്ണൻ സുഭദ്രയെ കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളാൻ അനുമതി നൽകി. അതുപ്രകാരം അർജുനൻ പ്രവർത്തിക്കുകയും ചെയ്തു. ഇതറിഞ്ഞപ്പോൾ ബലരാമൻ ഭയങ്കര കോപിഷ്ഠനായി. പിന്നെ അത് ശാന്തനാക്കാൻ കൃഷ്ണൻ പാടും നന്നായിട്ട് പണിപ്പെട്ടു. അതാണ് ഏറ്റവും വലിയൊരു അവസ്ഥ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കോപം മാറി. രണ്ടാളും കൂടി സുഭദ്രയ്ക്കുള്ള സ്ത്രീധനമൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്ത് ഹസ്തിനപുരത്തിലേക്ക് പോയിട്ട് എല്ലാം മംഗളമാക്കി തീർത്തു. എല്ലാ കാര്യത്തിലും കൃഷ്ണൻ്റെ കൂടെ രാമനുണ്ടായിരുന്നു. പക്ഷേ മഹാഭാരത യുദ്ധസമയത്ത് കൃഷ്ണപക്ഷത്ത് നിൽക്കാൻ രാമൻ തയ്യാറായില്ല. കാരണം എന്താ വെച്ചാൽ കൗരവരും തൻ്റെ ബന്ധുക്കൾ തന്നെയല്ലേ, അപ്പോൾ നിഷ്പക്ഷമായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തീർത്ഥയാത്രയ്ക്ക് പോയിട്ട് അങ്ങനെ കുറേ സകല പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. ഗംഗയിൽ തർപ്പണമൊക്കെ ചെയ്തു. അങ്ങനെ നൈമിഷാരണ്യത്തിൽ ചെന്നു. അപ്പോൾ അവിടെ ഋഷികൾ മഹാസത്രം നടത്തിക്കൊണ്ടിരിക്കുക. അവിടേക്ക് വരുന്ന ആൾ ബലരാമനാണെന്ന് അറിഞ്ഞ് അവരെ നന്നായിട്ട് പൂജയൊക്കെ ചെയ്തു. എല്ലാവരും എതിരേറ്റ് കൂട്ടിക്കൊണ്ടു. പക്ഷേ ഒരാൾ മാത്രം, അതായത് സഭാമധ്യത്തിലിരുന്ന രോമഹർഷണൻ എന്ന ആൾ മാത്രം ബലരാമനെ ആദരിച്ചില്ല. ഇത് അഹങ്കാരമല്ലേ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ദേഷ്യം വന്നു. ആ ദേഷ്യം വന്നപ്പോൾ കയ്യിൽ പിടിച്ചിരുന്ന ദർഭയുടെ മുന കൊണ്ട് അദ്ദേഹം സൂതനായ ആ രോമഹർഷനെ വധിച്ചു. പക്ഷേ വല്ലഭന് പുല്ല് ആയുധം എന്ന് പറഞ്ഞ പോലെ. പക്ഷെ എന്താ വെച്ചാൽ ഇത് അദ്ദേഹത്തിന് ആ ഒരു രോമഹർഷനെ അവർ മുനികൾ മഹാസത്രം തീരും വരെ പുരാണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാസനം കൊടുത്തത് ഈ മുനിമാരാണ്. അപ്പോൾ അവിടുന്ന് കൊന്നത് കാരണം അതൊരു വേണ്ടായികയല്ലേ എന്ന് എല്ലാവരും കൂടി പറഞ്ഞു. അപ്പോഴേക്ക് കോപം തണുത്തിരുന്നു. അപ്പോൾ വീണ്ടും പ്രായശ്ചിത്തത്തിന് തയ്യാറായി. അപ്പോൾ മുനിമാർ പറഞ്ഞു ഒരാവശ്യം ഉണ്ടായിരുന്നു. അതായത് ബല്ലലൻ എന്ന് പറയുന്ന ഒരു അസുരനെ വധിക്കണം. ഈ അസുരൻ ഇവരുടെ യാഗത്തെ നശിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് അവനെ വധിക്കണം. അത് കഴിഞ്ഞ് ബ്രഹ്മഹത്യാ പാപശാപനത്തിനായി 12 മാസം ഭാരതവർഷം മുഴുവനും പ്രദക്ഷിണമായിട്ട് സഞ്ചരിച്ച് തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യണം. അതോടെ ബ്രഹ്മഹത്യാ പാപം തീർന്ന് രാമൻ ശുദ്ധനായി തീരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ അസുരനെ അവസാനിപ്പിച്ചു, കൊന്നു. അതിനുശേഷം അങ്ങനെ തീർത്ഥാടനത്തിനായിട്ട് വന്നു നടക്കുക. അപ്പോഴേക്കും എന്താ വെച്ചാൽ കുറേ കഴിഞ്ഞപ്പോൾ ഇവിടെ ഗദായുദ്ധം തുടങ്ങി. മഹാഭാരത യുദ്ധത്തിൽ ആ ഗദായുധത്തിൽ ദുര്യോധനൻ്റെ തുടയലിൽ തല്ലി പൊട്ടിക്കുന്ന ഭീമൻ്റെ അധർമ്മ യുദ്ധം കണ്ടു. അത് അവിടുന്ന് കണ്ടു വന്നപ്പോഴേക്ക് ഇതാണ് ഇപ്പോൾ അവസ്ഥ. അപ്പോൾ ഇത് കോപം വന്നു വീണ്ടും. കാരണം എന്താ വെച്ചാൽ അത് തെറ്റാണ് ചെയ്യുന്നത്. യുദ്ധത്തിൽ അങ്ങനെ ചെയ്യാൻ കാലിൻ്റെ തുടയുടെ ഭാഗത്തേക്ക് അരയ്ക്ക് കീഴേക്ക് ഗദ കൊണ്ട് പ്രഹരിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതൊക്കെ എല്ലാം അറിയുന്ന ആളാണ് ബലരാമൻ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ വളരെ ദേഷ്യത്തിൽ കൃഷ്ണനോട് പോലും ഭയങ്കര ദേഷ്യത്തിലായി. അവസാനം ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക ചെയ്യണം. അങ്ങനത്തെ ഒരു കഥയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കഥയാണ് ബലരാമൻ്റെ ക്രോധം. പക്ഷേ ഏറ്റവും വലിയ ആളാണെങ്കിൽ കൂടി ആ ദേഷ്യം വരുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാവർക്കും എന്നുള്ളതാണ് അതിന്നൊരു കഥ. അപ്പം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.